വെൺമണി സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത്? ശ്രീദേവി. കവിതാ സമാഹാരം നിലാമഴ. നിലാമഴ എന്ന കവിതാ സമാഹാരത്തിന് ശ്രീദേവിക്കാണ് വെൺമണി സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത്. ബാഴ്സലോണ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയ താരം? റാഫേൽ നദാൽ. റാഫേൽ നദാലാണ് ബാഴ്സലോണ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയ താരം. CPI ജനറൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? സുധാകർ റെഡ്ഡി. സുധാകർ റെഡ്ഡിയാണ് CPI ജനറൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. സ്പാനിഷ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം? ബാഴ്സലോണ. ബാഴ്സലോണയാണ് സ്പാനിഷ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി പദവിയിലിരുന്ന വ്യക്തിയെന്ന റെക്കോർഡ് നേടിയത്? പവൻകുമാർ ചാംലിംഗ്. സിക്കിം മുഖ്യമന്ത്രിയായിരുന്നു. 23 വർഷം 4 മാസം 19 ദിവസമാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ ഉണ്ടായിരുന്നത്. സിക്കിം മുഖ്യമന്ത്രിയായിരുന്ന പവൻകുമാർ ചാലിംഗ് ആണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിലിരുന്ന വ്യക്തിയെന്ന റെക്കോർഡ് നേടിയത്. ഇദ്ദേഹം 23 വർഷവും 4 മാസവും 19 ദിവസവും മുഖ്യമന്ത്രി പദത്തിലിരുന്നു. പട്ടികവർഗക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി? വാൻധൻ സ്കീം. വാൻധൻ സ്കീമാണ് പട്ടികവർഗക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. അമേരിക്കയുടെ ഏറ്റവും പുതിയ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ്? മൈക്ക് പോംപിയോ. മൈക്ക് പോംപിയോ ആണ് അമേരിക്കയുടെ ഏറ്റവും പുതിയ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ്. അടുത്തിടെ സൗജന്യ ഹെലി ആംബുലൻസ് സേവനം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ് അടുത്തിടെ സൗജന്യ ഹെലി ആംബുലൻസ് സേവനം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ഇന്ത്യൻ വ്യോമസേന അടുത്തിടെ സംഘടിപ്പിച്ച സൈനികാഭ്യാസം? ഗഗൻ ശക്തി 2018. ഗഗൻ ശക്തി 2018 എന്നാണ് ഇന്ത്യൻ വ്യോമസേന അടുത്തിടെ സംഘടിപ്പിച്ച സൈനികാഭ്യാസം. അടുത്തിടെ തമിഴ്നാട് സർക്കാർ കർഷകർക്ക് വേണ്ടി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ? ഉഴവൻ. ഉഴവനാണ് അടുത്തിടെ തമിഴ്നാട് സർക്കാർ കർഷകർക്ക് വേണ്ടി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ഇന്ത്യയിലെ ആദ്യ ഹൈസ്പീഡ് ഇലക്ട്രിക് ലോക്കോമോട്ടീവിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? ബീഹാർ. ബീഹാറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈസ്പീഡ് ഇലക്ട്രോ ലോക്കോമോട്ടീവിന് തുടക്കം കുറിച്ചത്. കേരളത്തിലെ ആദ്യ ജല ആംബുലൻസ് നിലവിൽ വന്ന ജില്ല? ആലപ്പുഴ. ആലപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ ജല ആംബുലൻസ് നിലവിൽ വന്ന ജില്ല. അടുത്തിടെ വ്യാവസായിക മേഖലയുടെ പുരോഗതിക്കായി പ്രത്യേക സാമ്പത്തിക പാക്കേജുകൾ നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലാണ് അടുത്തിടെ വ്യവസായ മേഖലയുടെ പുരോഗതിക്കായി പ്രത്യേക സാമ്പത്തിക പാക്കേജുകൾ നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച ഏറ്റവും പുതിയ ഗതിനിർണയ ഉപഗ്രഹം? IRNS-11. വാഹനം PSLV C-41. PSLV C-41 എന്ന വാഹനത്തിൽ IRNS-11 ആണ് ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച ഏറ്റവും പുതിയ ഗതിനിർണയ ഉപഗ്രഹം. ഗവൺമെന്റ് ജോലികളിൽ സംവരണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഇന്ത്യയുടെ അയൽരാജ്യം? ബംഗ്ലാദേശ്. ബംഗ്ലാദേശാണ് ഗവൺമെന്റ് ജോലികളിൽ സംവരണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഇന്ത്യയുടെ അയൽരാജ്യം. അടുത്തിടെ ജയരാജന് ഏറ്റവും മികച്ച സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്ത ചിത്രം? ഭയാനകം. ഭയാനകം എന്ന സിനിമയ്ക്കാണ് ജയരാജന് ഏറ്റവും മികച്ച സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്തത്. പ്രതിരോധ മേഖലയിലെ സംവരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ആർമിയുമായി ധാരണാപത്രം ഒപ്പിട്ട ബാങ്ക്? ആക്സിസ് ബാങ്ക്. ആക്സിസ് ബാങ്കാണ് പ്രതിരോധ മേഖലയിലെ സംവരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ആർമിയുമായി ധാരണാപത്രം ഒപ്പിട്ട ബാങ്ക്. CISFന്റെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ആരാണ്? രാജേഷ് രഞ്ജൻ. രാജേഷ് രഞ്ജനാണ് CISFന്റെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത്. 65ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഏറ്റവും മികച്ച ചിത്രം? വില്ലേജ് റോക്ക് സ്റ്റാർ. സംവിധാനം റിമാദാസ്. റിമാദാസ് സംവിധാനം ചെയ്ത വില്ലേജ് റോക്ക് സ്റ്റാർ ആണ് 65ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ
ഏറ്റവും മികച്ച ചിത്രം. ഏറ്റവും മികച്ച നടി ശ്രീദേവി, ചിത്രം മോം. മോം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ശ്രീദേവിക്കാണ് ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത്. മികച്ച നടൻ ഋതിസെൻ, ചിത്രം നാഗകീർത്തി. നാഗകീർത്തി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഋതിസെന്നിനാണ് ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയത്. SBIയെ പിന്തള്ളി ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ രണ്ടാമത്തെ ബാങ്ക് എന്ന സ്ഥാനം നേടിയ ബാങ്ക് കൊട്ടക് മഹീന്ദ്ര. കൊട്ടക് മഹീന്ദ്രയാണ് SBIയെ പിന്തള്ളി ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ രണ്ടാമത്തെ ബാങ്ക് എന്ന സ്ഥാനം നേടിയ ബാങ്ക്. അടുത്തിടെ വിദേശ വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിനായി പുറത്തിറക്കിയ വെബ് പോർട്ടൽ സ്റ്റഡി ഇൻ ഇന്ത്യ. സ്റ്റഡി ഇൻ ഇന്ത്യയാണ് അടുത്തിടെ വിദേശ വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിനായി പുറത്തിറക്കിയ വെബ് പോർട്ടൽ. അടുത്തിടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അംബേദ്കർ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് അടുത്തിടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അംബേദ്കർ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്ത് SC/ST വിഭാഗങ്ങൾക്കെതിരെ ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സംസ്ഥാനം ബീഹാർ. ബീഹാറിലാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്ത് SC/ST വിഭാഗങ്ങൾക്കെതിരെ ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. അടുത്തിടെ വനിതകൾക്ക് മിലിറ്ററിയിൽ പ്രവേശനം നൽകാൻ തീരുമാനിച്ച ഗൾഫ് രാജ്യം ഖത്തർ. ഖത്തറാണ് അടുത്തിടെ വനിതകൾക്ക് മിലിറ്ററിയിൽ പ്രവേശനം നൽകാൻ തീരുമാനിച്ച ഗൾഫ് രാജ്യം. ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർട്ടപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് സെൻസ് ടൈം. സെൻസ് ടൈമാണ് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർട്ടപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സെറിബ്രൽ പാഴ്സി ബാധിച്ച് തളർന്നു പോയവരെ കൈപിടിച്ചുയർത്തുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി മൊബിലിറ്റി മിഷൻ കേരള. മൊബിലിറ്റി മിഷൻ കേരളയാണ് സെറിബ്രൽ പാഴ്സി ബാധിച്ച് തളർന്നുപോയവരെ കൈപിടിച്ചുയർത്തുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. 2018 കോമൺവെൽത്ത് വനിതാ വിഭാഗം 48 കിലോഗ്രാം ബോക്സിംഗിൽ സ്വർണം നേടിയ താരം മേരി കോം. മേരി കോമാണ് 2018 കോമൺവെൽത്ത് വനിതാ വിഭാഗം 48 കിലോഗ്രാം ബോക്സിംഗിൽ സ്വർണം നേടിയ താരം. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് 2018 കോമൺവെൽത്ത് ഗെയിംസിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാം സ്ഥാനം. മൂന്നാം സ്ഥാനമായിരുന്നു 2018 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം. 3.2 കോടി ജനങ്ങൾക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന അടൽ അമൃത് അഭിയാൻ പദ്ധതി ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആസാം. ആസാമുമായാണ് 3.2 കോടി ജനങ്ങൾക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന അടൽ അമൃത് അഭിയാൻ പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്തിടെ ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പി ചികിത്സ സൗജന്യമായി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ആസാം ആൻഡ് മഹാരാഷ്ട്ര. ആസാമും മഹാരാഷ്ട്രയുമാണ് അടുത്തിടെ ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പി ചികിത്സ സൗജന്യമായി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനങ്ങൾ. ഈ വേസ്റ്റ് സംസ്കരിക്കുന്നതിനായി ലോകത്തിലെ ആദ്യ മൈക്രോ ഫാക്ടറി സ്ഥാപിച്ച ഇന്ത്യൻ വംശജ വീണ സഹജ്വാല, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ വീണ സഹജ്വാലയാണ് ഈ വേസ്റ്റ് സംസ്കരിക്കുന്നതിനായി ലോകത്തിലെ ആദ്യ മൈക്രോ ഫാക്ടറി സ്ഥാപിച്ച ഇന്ത്യൻ വംശജ. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഷൂട്ടിംഗ് വിഭാഗത്തിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ ഇന്ത്യൻ താരം ജിത്തുറായ്. ജിത്തുറായാണ് 2018 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഷൂട്ടിംഗ് വിഭാഗത്തിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ ഇന്ത്യൻ താരം. 21ാമത് കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയ ശ്രേയസി സിംഗ് ഏതു കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. ഷൂട്ടിംഗുമായാണ് 21ാമത് കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയ ശ്രേയസി സിംഗ് ബന്ധപ്പെട്ടിരിക്കുന്നത്.
11ാമത് ലോക ഹിന്ദി സമ്മേളന വേദി? മൗറീഷ്യസ്. മൗറീഷ്യസ് ആണ് 11ാമത് ലോക ഹിന്ദി സമ്മേളന വേദി. അടുത്തിടെ നഗരപ്രദേശങ്ങളിൽ ശുദ്ധജലത്തിന്റെ ലഭ്യത ഉറപ്പാക്കുന്നതിനു വേണ്ടി വാട്ടർ ATM പോളിസി ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? ഹരിയാന. ഹരിയാനയാണ് അടുത്തിടെ നഗരപ്രദേശങ്ങളിൽ ശുദ്ധജലത്തിന്റെ ലഭ്യത ഉറപ്പാക്കുന്നതിനു വേണ്ടി വാട്ടർ ATM പോളിസി ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? പ്രഥമ കാർട്ടൂണിസ്റ്റ് നാഥൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സുകുമാർ. സുകുമാറാണ് പ്രഥമ കാർട്ടൂണിസ്റ്റ് നാഥൻ പുരസ്കാരത്തിന് അർഹനായത്. കവിതയുടെ വിഷ്ണുലോകം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? M. ലീലാവതി. M. ലീലാവതിയുടെ പുസ്തകമാണ് കവിതയുടെ വിഷ്ണുലോകം. 2017 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായത് ആരാണ്? വിനോദ് ഖന്ന. മരണാന്തരം. ഇത് മരണാന്തരം വിനോദ് ഖന്നയ്ക്കാണ് 2017 ദാദാസാഹിബ് പുരസ്കാരം ലഭിച്ചത്. 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ താരം? മേരി കോം. മേരി കോമാണ് 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ താരം. റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കുന്നത് ലക്ഷ്യമാക്കി UN ആരംഭിച്ച ഫണ്ട്? UN റോഡ് സേഫ്റ്റി ട്രസ്റ്റ് ഫണ്ട്. UN റോഡ് സേഫ്റ്റി ട്രസ്റ്റ് ഫണ്ടാണ് റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കുന്നത് ലക്ഷ്യമാക്കി UN ആരംഭിച്ച ഫണ്ട്. കേരളത്തിലെ ആദ്യ ഹരിത ഗ്രാമം? തുരുത്തിക്കര. മുളന്തുരുത്തി, എറണാകുളം. എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയിലെ തുരുത്തിക്കരയാണ് കേരളത്തിലെ ആദ്യ ഹരിത ഗ്രാമം. 2018 ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് ശാക്തീകരൺ പുരസ്കാരം നേടിയ ജില്ലാ പഞ്ചായത്ത്? കൊല്ലം. കൊല്ലമാണ് 2018 ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് ശാക്തീകരൺ പുരസ്കാരം നേടിയ ജില്ലാ പഞ്ചായത്ത്. അടുത്തിടെ ജനങ്ങൾക്ക് അഴിമതി നേരിട്ട് ബോധിപ്പിക്കുന്നതിനായി വെബ്സൈറ്റ് ആരംഭിച്ച രാജ്യം? ചൈന. ചൈനയാണ് അടുത്തിടെ ജനങ്ങൾക്ക് അഴിമതി നേരിട്ട് ബോധിപ്പിക്കുന്നതിനായി വെബ്സൈറ്റ് ആരംഭിച്ച രാജ്യം. ഇന്ത്യയിലെ എല്ലാ പോസ്റ്റ് ഓഫീസുകളും ഡിജിറ്റൽ ആക്കുന്നത് ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി? ദപ്രൻ. ഡിജിറ്റൽ അഡ്വാൻസ്മെന്റ് ഓഫ് റൂറൽ പോസ്റ്റ് ഓഫീസ് ഫോർ എ ന്യൂ ഇന്ത്യ. ഡിജിറ്റൽ അഡ്വാൻസ്മെന്റ് ഓഫ് റൂറൽ പോസ്റ്റ് ഓഫീസ് ഫോർ എ ന്യൂ ഇന്ത്യ എന്ന ദർപ്പനാണ് ഇന്ത്യയിലെ എല്ലാ പോസ്റ്റ് ഓഫീസുകളും ഡിജിറ്റലാക്കുന്നതിനെ ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. കുട്ടികളെ മലയാളം തെറ്റുകൂടാതെ എഴുതുവാനും വായിക്കുവാനും പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി? നിലത്തെഴുത്ത് കളരി. നിലത്തെഴുത്ത് കളരിയാണ് കുട്ടികളെ മലയാളം തെറ്റുകൂടാതെ എഴുതുവാനും വായിക്കുവാനും പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി. 65ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര കമ്മിറ്റിയുടെ ജൂറി ചെയർമാൻ ആരായിരുന്നു? ശേഖർ കപൂർ. ശേഖർ കപൂർ ആയിരുന്നു 65ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര കമ്മിറ്റിയുടെ ജൂറി ചെയർമാൻ. ഇന്ത്യയിലെ ആദ്യ LED സ്ട്രീറ്റ് ലൈറ്റ് ജില്ല? ഈസ്റ്റ് ഗോദാവരി, ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ ഈസ്റ്റ് ഗോദാവരിയാണ് ഇന്ത്യയിലെ ആദ്യ LED സ്ട്രീറ്റ് ലൈറ്റ് ജില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യ ഇന്റർനാഷണൽ പ്രൊജക്ട് ഏതു രാജ്യവുമായാണ് ഒപ്പുവെച്ചത്? മ്യാൻമർ. മ്യാൻമറുമായാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യ ഇന്റർനാഷണൽ പ്രൊജക്ട് ഒപ്പുവെച്ചത്. ഇന്ത്യയിലെ ആദ്യ ഫിലമെന്റ് വിമുക്ത ഗ്രാമപഞ്ചായത്ത്? പീലിക്കോട്, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ പീലിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് വിമുക്ത ഗ്രാമപഞ്ചായത്ത്. ലോക ബാഡ്മിന്റൺ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം? കിഡംബി ശ്രീകാന്ത്. കിഡംബി ശ്രീകാന്താണ് ലോക ബാഡ്മിന്റൺ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം. ഇത് കമ്പ്യൂട്ടർ റാങ്കിംഗ് നിലവിൽ വന്ന ശേഷമാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും ഉപകേന്ദ്രങ്ങളെയും ആരോഗ്യ സൗഖ്യ കേന്ദ്രങ്ങളായി വികസിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി?
ആയുഷ്മാൻ ഭാരത് പദ്ധതി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും ഉപകേന്ദ്രങ്ങളെയും ആരോഗ്യ സൗഖ്യ കേന്ദ്രങ്ങളായി വികസിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. വനിതാ ഏകദിന ക്രിക്കറ്റിൽ 50 അർദ്ധ സെഞ്ചുറി നേടിയ ആദ്യ താരം മിതാലി രാജ്. മിതാലി രാജാണ് വനിതാ ഏകദിന ക്രിക്കറ്റിൽ 50 അർദ്ധ സെഞ്ചുറി നേടിയ ആദ്യ താരം. മികച്ച സാമൂഹിക പ്രതിബദ്ധതയ്ക്കുള്ള 65ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ചിത്രം ആളൊരുക്കം. ആളൊരുക്കമാണ് മികച്ച സാമൂഹിക പ്രതിബദ്ധതയ്ക്കുള്ള 65ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ചിത്രം.